അഹാന കൃഷ്ണകുമാർ രാവിലെ വോട്ട് രേഖപ്പെടുത്താൻ തിരുവനന്തപുരത്തെ അവരുടെ ബൂത്തിലെത്തി. ഞാൻ വന്ന ശേഷം നമ്മളെല്ലാവരും 2 ദിവസം കൊല്ലത്ത് പോയിരുന്നു അച്ഛൻ്റെ കൂടെ, അച്ഛനെ സപ്പോർട്ട് ചെയ്യാനും. അതിലുപരി നമുക്കിതെല്ലാം പുതിയതാണ്, അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് കണ്ടറിയാനുള്ളൊരു കൗതുകം ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് അച്ഛനെ സപ്പോർട്ട് ചെയ്തു. അന്ന് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് അച്ഛന് നല്ല തരത്തിലുള്ളൊരു സപ്പോർട്ടാണ് ആൾക്കാരുടെ നിന്ന് കിട്ടുന്നത്. അതിലുപരി മനസ്സിലായൊരു കാര്യം, ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ് ഈ പ്രചരണം എന്ന് പറയുന്നത്. ഈ വെയിലത്തും ചൂടത്തും നമുക്കൊരു ബ്രേക്ക് ഇല്ലാതെ വർക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അച്ഛൻ ഒരുപാട് എഫേർട്ട് എടുത്താണ് ചെയ്തിരിക്കുന്നത്. കാരണം കൊല്ലം അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മണ്ഡലമാണ്. പക്ഷേ അവിടുത്തെ പ്രശ്നങ്ങളും അവരുടെ ആവശ്യങ്ങളും എല്ലാം കിട്ടിയ ചുരുക്കം സമയത്തിനുള്ളിൽ മനസ്സിലാക്കി നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അച്ഛൻ ക്യാമ്പയിനിങ് എല്ലാം ചെയ്തത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുള്ള പരിപാടിയാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ നല്ല എൻജോയ് ചെയ്താണ് ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ അച്ഛനിൽ നല്ലൊരു ജനപ്രതിനിധി ആകാനുള്ള ക്വാളിറ്റീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് കൊല്ലത്തുള്ള എല്ലാവരും മനസ്സിലാക്കി വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കും. നമ്മൾ എത്തിപ്പെടുന്ന സാഹചര്യം ബുദ്ധിമുട്ടാകുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്. അപ്പോൾ അതാണെന്ന് തോന്നുന്നു. അച്ഛൻ്റെ ക്യാമ്പയിനിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്യാമ്പയിനിങ് ആയിരുന്നു. അതിന് ചിലപ്പോൾ ഒരു കാരണമായത് അതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു എന്നുള്ളതായിരിക്കാം. അപ്പോൾ ഇത് അച്ഛൻ എന്നൊരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആകുന്നു. അതും കുറച്ച് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസി. അത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റ് എക്സസൈസ് ആയിരുന്നു എന്ന് തോന്നി. ഇനിയിപ്പോൾ അച്ഛനെ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൊണ്ടിട്ടാലും പ്രശ്നം ഉണ്ടാവില്ല. അതാണ് കൃഷ്ണകുമാറിന്റെ മകൾ അഹാന കൃഷ്ണ പ്രതികരിക്കുന്നത്. എന്തായാലും തന്റെ പിതാവിന് അനുകൂലമായി കൊല്ലത്തെ വോട്ടർമാർ ജനവിധി തേടും എന്നവർ കരുതുന്നു. ഒപ്പം